കോൺഗ്രസ് പാർട്ടി അവരുടെ പരാജയങ്ങളിൽ നിന്നും പാഠങ്ങൾ പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് CPM സഖ്യം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. മുൻപ് രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ CPM-മായി സഖ്യം ചേരാൻ വിമുഖത കാണിച്ചിരുന്ന കോൺഗ്രസിൽ നിന്നും വ്യത്യസ്തമായ ഒരു പാർട്ടിയെയാണ് ഇത്തവണ നമുക്ക് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിക്കുന്നത്. 90-അംഗ ഹരിയാന നിയമസഭയിൽ ഒരു സീറ്റ് ഭിവാനി അസംബ്ലി മണ്ഡലം CPM-ന് വിട്ടു നൽകിക്കൊണ്ടാണ് CPM-മായി ഒരു സഖ്യത്തിൽ കോൺഗ്രസ് ഇപ്പോൾ ഹരിയാനയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ബാക്കി 89 സീറ്റിലും CPM കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ ഇതിനോടെ തീരുമാനിച്ചിരിക്കുകയാണ്. ഭിവാനി നിയമസഭാ മണ്ഡലത്തിൽ CPM നേതാവായിട്ടുള്ള ഓം പ്രകാശ് CPM സ്ഥാനാർത്ഥിയാകും. ഇതോടെ ഹരിയാന നിയമസഭയിലും ഒരു CPM സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു CPM MLA ഉണ്ടാകും എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. മുൻപ് രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ CPM-മായി സഖ്യം ചേരാനും മറ്റ് സഖ്യകക്ഷികളെ കൂടെ കൂട്ടാനും കോൺഗ്രസ് ഒരു വല്ലാത്ത വിമുഖത കാണിച്ചിരുന്നു. ആ വിമുഖതയുടെ ഫലം കഴിഞ്ഞ വർഷം 2023 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ കോൺഗ്രസ് നന്നായി അറിഞ്ഞതാണ്. കോൺഗ്രസിന് ഒരു തുടർഭരണം സാധ്യമായിരുന്നൊരിടത്ത് നിന്ന് BJP-യിൽ നിന്നും കനത്തൊരു തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നതിന് കാരണം സഖ്യകക്ഷികളെ കൂടെ കൂട്ടില്ല എന്ന കോൺഗ്രസ് നിലപാടായിരുന്നു. ആ നിലപാടിൽ നിന്നും കോൺഗ്രസ് ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിന് പ്രധാന കാരണം രാഹുൽ ഗാന്ധിയുടെ വലിയ രീതിയിലുള്ള ഇടപെടലും കൂടി തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിൻ്റെ ഭാഗമായി കൂടി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി CPM-ഉം കോൺഗ്രസും ഹരിയാനയിൽ സഖ്യം ചേർന്നിരിക്കുന്നത്. ഇതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനയിലും ജമ്മു കാശ്മീരിലും കോൺഗ്രസ് CPM സഖ്യം തന്നെയാണ് മത്സരിക്കുന്നത് എന്നത് ശ്രദ്ധേയമായൊരു വസ്തുതയാണ്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. 10 വർഷമായി 2014 മുതൽ ഹരിയാന ഭരിക്കുന്നത് BJP-യാണ്. ആ BJP-യെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കാൻ കിട്ടുന്ന ആദ്യത്തെയും അവസാനത്തെയും അവസരമായാണ് കോൺഗ്രസ് ഇതിനെ കണക്കാക്കുന്നത്. അതിന് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാലങ്ങളായി 10-ൽ 10 സീറ്റും BJP കയ്യടക്കി വച്ചിരിക്കുന്ന ഹരിയാനയിൽ 5 നിർണായകമായ ലോക്സഭാ സീറ്റുകൾ പിടിച്ചെടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചിരുന്നു. ആ ആവേശം ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ജനപിന്തുണയുമായാണ് കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ അവസരത്തിൽ കോൺഗ്രസിനും CPM ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിനും വലിയ വിജയം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു പ്രീ പോൾ സർവേ ഫലം പുറത്തു വന്നിരുന്നു. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം കൃത്യതയോടെ പ്രവചിച്ച ലോക് പോൾ പ്രീ പോൾ സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ സർവേ ഫലപ്രകാരം 90-അംഗ ഹരിയാന നിയമസഭയിൽ കോൺഗ്രസ് 58 മുതൽ 65 സീറ്റ് വരെ നേടി അധികാരത്തിൽ വരുമെന്നാണ് ഇവർ പ്രവചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഓപ്പറേഷൻ താമരയ്ക്ക് പോലുമുള്ള ഇട അത് നൽകില്ല എന്നത് ശ്രദ്ധേയമായ വസ്തുതയാണ്. അതേസമയം നിലവിൽ 40 അംഗങ്ങളോളം ഹരിയാന നിയമസഭയിലുള്ള BJP 20 മുതൽ 29 സീറ്റിലേക്ക് ചുരുങ്ങുമെന്നാണ് ഈ പ്രവചനം പറയുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഹരിയാന രാഷ്ട്രീയത്തെ എന്നും നിയന്ത്രിച്ചിട്ടുള്ള JJP, INLD പോലെയുള്ള പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ പൂർണ്ണമായി അപ്രസക്തമാകും എന്നുകൂടി ഈ പ്രീ പോൾ സർവേ ഫലം പറയുന്നുണ്ട്. എന്തായാലും ഹരിയാനയിൽ കോൺഗ്രസ് വർദ്ധിച്ച ആവേശത്തിലാണ്. അവർക്ക് ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാൻ സാധിച്ചില്ല എന്ന ഒരൊറ്റ നെഗറ്റീവ് മാറ്റി നിർത്തിയാൽ CPM-മായി ഇപ്പോൾ സഖ്യം യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അതിനു പുറമെ വിനേഷ് ഫോഗട്ടും ബജരംഗ് പൂനിയയും പോലെയുള്ള ഗുസ്തി താരങ്ങളുടെ കടന്നുവരവ് അവർക്ക് വലിയ ആവേശം പകരുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ വരുന്ന പ്രീ പോൾ സർവേ ഫലങ്ങളും കോൺഗ്രസിന് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഹരിയാനയിൽ വലിയ മാജിക്കിനായിരിക്കും രാജ്യം സാക്ഷ്യം വഹിക്കുക എന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. എന്തായാലും ഹരിയാന നിയമസഭയിൽ ഒരു CPM അംഗം ഉണ്ടാകും എന്ന കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. എന്തായാലും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൃത്യമായ ഫലങ്ങൾ അത് ഈ പ്രീ പോൾ ഫലങ്ങൾക്ക് അനുസൃതമായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാര്യം ഹരിയാനയിൽ അത്ര വലിയ ഭരണവിരുദ്ധ വികാരം BJP-ക്കെതിരെ ആഞ്ഞടിക്കുകയാണ്. അതോടൊപ്പം തൊഴിലില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങൾ അവിടെ ചർച്ചയാകുന്നുമുണ്ട്. എന്തായാലും BJP ക്യാമ്പിൽ വല്ലാതെ ആശങ്ക പടർത്തുന്ന ഒരു സഖ്യപ്രഖ്യാപനമാണ് ഇന്നുണ്ടായതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല.